ബോഡി കണ്ടീഷനിലും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് പല പ്രശ്നങ്ങളും വരാം. ഇന്ന് ഈ തവണ ഞാൻ 1500 ഗ്രാഫ്റ്റിന്റെ ക്രൗൺ ഏരിയയിൽ ഫിക്സ് ചെയ്തു. ആ ഒരു ഗ്രാഫ്റ്റിൽ ചിലപ്പോൾ 1 മുടി ഉണ്ടാവും, 2 മുടി ഉണ്ടാവും, 4 മുടിയൊക്കെ ഉണ്ടാവും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ PRP എടുക്കാം. അതുപോലെ അങ്ങനെ 6 മാസത്തോളം PRPയും ഇതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മാത്രമേ സ്റ്റേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളെ കൂടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് റൂം എടുക്കേണ്ടി വരും. ഈ എയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് പേടിക്കാനുള്ള ഒരു കാര്യമാണോ? 2 പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ പറയണേ, ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ തൊലിപ്പുറത്ത് ചെയ്യുന്ന ചെറിയൊരു സർജറി മാത്രമാണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേടി ഒഴിവാക്കാം, ധൈര്യമായിട്ട് പോയി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ആദ്യം നോക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്ലിനിക്കാണ്. നല്ലൊരു ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക, അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ക്ലിനിക്ക്. ആ ക്ലിനിക്കിൽ നിന്നും ചെയ്ത 1 വർഷമെങ്കിലും പഴക്കമുള്ള ഒരാളൊന്ന് നേരി കണ്ട് അവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ക്ലിനിക്ക് ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി കണ്ടീഷനാണ് മെയിൻ. ബോഡി കണ്ടീഷനിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് പല പ്രശ്നങ്ങളും വരാം. അതിനുവേണ്ടി ട്രാൻസ്പ്ലാന്റേഷനെ തൊട്ട് മുമ്പായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിലെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഏതായാലും ഇറങ്ങി തിരിച്ചല്ലോ എന്ന് വിചാരിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഇത് നമ്മളെ തൊലിപ്പുറത്ത് ചെയ്യുന്ന ചെറിയൊരു സർജറി മാത്രമാണ്. സർജറി എന്ന് പറയാൻ പറ്റില്ല ഇതിന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊലിപ്പുറത്തൊരു മുറിയാവില്ലേ, അതേപോലെ ചെറിയൊരു മുറി ആക്കിയിട്ട് അതിന് മേലെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ തലയുടെ ഉള്ളിലേക്കോ തലയോട്ടുമ്പിലോ ഒന്നും തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, നരമ്പ് കട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് അതൊന്നുമല്ല, എൻ്റെ സെക്കൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, എൻ്റെ ക്രൗൺ ഏരിയയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഇതിന് മുന്നേ ഞാൻ ഫ്രണ്ട് പോർഷൻ ചെയ്തല്ലോ 4000 ഗ്രാഫ്റ്റ്, അത് ചെയ്യാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്ത് ബസ്സിൽ പോയിട്ടാണ് വന്നത്. ബസ്സിൽ പോയി വന്നതിൻ്റെയും അവിടെ എത്ര ചിലവായി എന്നുള്ള പൂർണ്ണ വിവരം ഞാൻ, എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, വീഡിയോസ് ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ. എല്ലാവർക്കും ഇതായി ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി മൊത്തം ചിലവായ പൈസ പറയുന്നുണ്ട്. ഈ തവണ ഞാൻ 1500 ഗ്രാഫ്റ്റിന്റെ ക്രൗൺ ഏരിയയിൽ ഫിക്സ് ചെയ്തു. ഇത്തവണ ക്യാമറയും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയി കുറച്ചുകൂടി നല്ല വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ പോയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിനി. അതുകൊണ്ട് കാർ എടുത്തിട്ട് പോകേണ്ടിരുന്നു. കൂടാതെ എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ കസിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്, ട്രാവൽ എക്സ്പെൻസ്. കഴിഞ്ഞ തവണ ബസ്സിൽ പോയി എന്നുള്ളത് തന്നെ ഏകദേശം 400 രൂപ കൊണ്ട് എനിക്ക് മലപ്പുറത്ത് നിന്ന് അവിടെ പോയി ചെയ്ത് തിരിച്ചു വരാൻ കഴിഞ്ഞു. ഇക്കുറി എനിക്കത് 2620 രൂപ എനിക്ക് ട്രാവൽ എക്സ്പെൻസ് വന്നു, കാറിലെ പെട്രോളും ഫുഡും ഒക്കെ പാടായിട്ട്. പിന്നെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, HNS കോയമ്പത്തൂരിൽ വരുന്നത് ഗ്രാഫ്റ്റിന് 10 രൂപ മാത്രമാണ്. അതും തന്നെ സഫയർ മെത്തേഡിലാണ് അവർ 10 രൂപ കൊടുക്കുന്നത്. ഇനി ഗ്രാഫ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, ഒരു മുടിയെ അല്ല നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാഫ്റ്റിൽ ചിലപ്പോൾ 1 മുടി ഉണ്ടാവും, 2 മുടി ഉണ്ടാവും, 4 മുടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലായിരിക്കും ആളുകളുടെ മുടിയുടെ ക്വാളിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ റിസൾട്ട് വരണമെന്നില്ല. ഒരു ഗ്രാഫ്റ്റിൽ ഒരുപാട് മുടിയുള്ള ആൾക്ക് നല്ല തിക്കായിട്ടുള്ള മുടി വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ഗ്രാഫ്റ്റിനാണ് 10 രൂപ നമ്മൾ ചിലവാക്കുന്നത്. അങ്ങനെ 1500 ഗ്രാഫ്റ്റാണ് വെച്ചിട്ടോ. 1500 അല്ല, 1600 സംതിങ് ഉണ്ട്. അവരത് റൗണ്ട് ആക്കിയിട്ട് 1500 കണക്ക് കൂട്ടിയത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്, ചെറിയ ഇതൊന്നും അവർ വേരിയേഷൻസ് ഒന്നും എടുക്കലില്ല. അപ്പോൾ 15000 രൂപ എനിക്ക് ഗ്രാഫ്റ്റിന് വന്നിട്ടോ. പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 days മെഡിസിൻ വരുന്നുണ്ട്. ഈ മെഡിസിന് വേണ്ടി 3000 ചിലവാക്കണം. ഇതിൽ നമുക്ക് സലൈൻ വാട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ മെഡിസിനാണ് നിങ്ങൾക്ക് കഴിക്കാനുള്ളത് അതിൻ്റെ ഐ ബട്ടണിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. മരുന്നുകൾക്ക് പുറമേ ഉള്ള ഒരു 3000 കൂടി ചിലവുണ്ട്. അതെന്നാൽ ബ്ലഡ് ടെസ്റ്റാണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പ് നമുക്ക് ബോഡി ഓക്കെ ആണെന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിന് 3000 രൂപയാണ് അവിടെ ചിലവ് വന്നത്. അങ്ങനെ 6000 രൂപ പെർ ഗ്രാഫ്റ്റ് 10ന് പുറമേ എനിക്ക് വന്നു. അപ്പോൾ ടോട്ടൽ 21000 അങ്ങനെ വന്നു കേട്ടോ. പിന്നെ ട്രാവൽ എക്സ്പെൻസ് ആയതുകൊണ്ട് 2620 രൂപ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇത്തവണ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി 23620 രൂപയാണ് ചിലവ് വന്നത്. ഈ ഒരു ചെറിയ പൈസ കൊണ്ട് തന്നെ ഇത്രയും ഗ്രാഫ്റ്റ് എനിക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കോയമ്പത്തൂർ പോയി വരുന്ന ഒരു റിസ്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്ത രീതി നോക്കുകയാണെങ്കിൽ എത്രയോ പൈസ ലാഭമാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്കുറി ഞാൻ പെർമിഷനൊക്കെ എടുത്ത് വൃത്തിക്ക് തന്നെ വീഡിയോ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 23000 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 6 PRP ഫ്രീ ആണ് കേട്ടോ. PRPക്ക് ഒന്നിന് ഏകദേശം 1000 രൂപ വരുന്ന 6 PRP, അത് മന്ത്ലി നമുക്ക് പോയിട്ട് എടുക്കാം. ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ PRP എടുക്കാം. അതുപോലെ അങ്ങനെ 6 മാസത്തോളം PRPയും ഇതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാസം ഓണം ഓഫർ ഉണ്ട് കേട്ടോ, മലയാളികൾക്കായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ ടോട്ടൽ 3000 രൂപയ്ക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റും ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിനും കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു ഓണത്തിന്റെ ഓഫറാണെന്നാണ് ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. PRPയെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അതിന്റെ പ്ലാറ്റ്ലെറ്റ്
സെപ്പറേറ്റ് ആക്കിയിട്ട് അത് നമ്മളെ തലയിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രക്തോട്ടം കൂടും, ഈ ഒരു ഗ്രാഫ്റ്റ് നല്ല രീതിയിൽ വളരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ചെറിയ കട്ടിയില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ കട്ടി കൂടി കുറച്ചുകൂടി തിക്നെസ് പോലെ നമുക്ക് തോന്നും, പക്ഷെ പുതിയ മുടി അതിൽ വരില്ല കേട്ടോ. PRP ഒന്നും ചെയ്യുമ്പോൾ ഉള്ള മുടി നമുക്ക് കെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ താമസവും ഈ പൈസയിൽ നമുക്ക് ഇൻക്ലൂഡ് ആണ് കേട്ടോ. 1 ഡേ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതിനുള്ള ബെഡും കാര്യങ്ങളൊക്കെ അവിടെ സ്പേസ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് മാത്രമേ സ്റ്റേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളെ കൂടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് റൂം എടുക്കേണ്ടി വരും. അതിന് ഏകദേശം ഒരു 500 to 900 രൂപ റേഞ്ചിലൊക്കെ റൂം പുറത്ത് അവൈലബിൾ ആണ്. ആ ക്ലിനിക്കിന്റെ 1/2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. ശരിക്കും കൂടെ ആരും വേണമെന്നില്ല. കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ ഏതായാലും നമ്മളെ കൂടെയുള്ള ആളെ നമ്മളൊപ്പം നിൽക്കാനൊന്നും സമ്മതിക്കില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഒപ്പം ഉണ്ടാവും, അതുപോലെ തിരിച്ചു പോരുമ്പോൾ ഒപ്പം ഉണ്ടാവും. അത്രേ ആളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് പോരാവുന്നേ ഉള്ളൂ. പിന്നെ ഫുഡിന്റെ കാര്യം, ഫുഡ് നമ്മൾ അഡ്മിറ്റ് ആയത് മുതൽ നമ്മുടെ എല്ലാ ഫുഡും കാര്യങ്ങളും അവിടെ നിന്ന് തരും. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി 3 നേരം ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ നോൺ വെജ് അവിടെ ഉണ്ടാവില്ല, അവിടെ വെജിറ്റേറിയൻ ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളോട് അവർ ഒരു 20 ഡേയ്സ് നോൺ വെജ് കഴിക്കരുത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ചെലവ് ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റിന് 10, അതുപോലെ തന്നെ 3000 മെഡിസിന്, 3000 ബ്ലഡ് ടെസ്റ്റിന് ഇത്ര ചിലവ് വരുന്നുള്ളൂ. വേറെ ഒരു എക്സ്ട്രാ ചിലവും വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തോ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും കഴിക്കേണ്ടതില്ല. ഇത്രയും പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് എത്താം. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത എയറിന് വേണ്ടി കൂടുതൽ PRP GFC കൊടുക്കേണ്ടതില്ല. നമ്മളെ എക്സിസ്റ്റിംഗ് മുടി കൊയ്യാതിരിക്കാനാണ് നമ്മൾ ഈ GFC PRP തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടി അത് ഓട്ടോമാറ്റിക് വളർന്നോളും. അതുപോലെ തന്നെ PRP ആണ് 6 ഫ്രീ ആയിരുന്നത്. ഇതിന് കൂടെ നമുക്ക് GFC കുറച്ചുകൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ വെർഷൻ ആണ് എക്സോസ് GFC എന്ന് പറയുന്നത്. GFCക്ക് 2000 രൂപയും എക്സോസ് GFCക്ക് 2500 രൂപ വെച്ചിട്ടാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അതും നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുന്നതിന് കുറേ പൈസ കുറവാണ്. അപ്പോൾ ഏതായാലും എൻ്റെ യാത്രാ ചെലവ് മനസ്സിലായല്ലോ. വെറും 23,000 സംതിങ് രൂപയ്ക്ക് ഞാൻ എൻ്റെ ക്രൗൺ ഏരിയ ഫുള്ള് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയ നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ 2ാമത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയത്. അല്ലെങ്കിൽ നല്ലപോലെ അന്വേഷിച്ചിട്ട് തന്നെ പോകുള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.